അടുത്തത് നമുക്ക് ന്യൂട്രിചാർജ്. ഇനി വണ്ണം കൂടിക്കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കുന്നത് ഒരു പണിയാണ്. വണ്ണം കുറയ്ക്കാം നമുക്ക്. ഇനി ഇത്രയും നേരം നമുക്ക് ഗെയിൻ ചെയ്തു, ഇനി നമുക്ക് കുറച്ച് ലൂസ് ചെയ്യാം. ഓക്കെ, ന്യൂട്രിചാർജ് S&F. ഇതിനെ സ്ലിം ആൻഡ് ഫിറ്റ് എന്ന് പറയരുതെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രിചാർജ് S&F അത് മാത്രം പറഞ്ഞാൽ മതി. നേരത്തെയൊക്കെ നമ്മൾ സ്ലിം ആൻഡ് ഫിറ്റ് എന്ന് കേട്ടിരുന്നു. നമുക്ക് ആ ഒരു രീതിയിൽ വിളിക്കുന്നതിനെ ഒന്ന് ഒഴിവാക്കാം. എന്തിനാണ് സ്ലിം ആവുന്നത്? സ്ലിം ആവുകയും ചെയ്യും, ഫിറ്റ് ആവുകയും ചെയ്യും, അത് വാസ്തവമാണ്. പക്ഷെ നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ഫാറ്റ്, വാട്ടർ, ബോൺസ് ആൻഡ് മസിൽസ്. മസിൽ നോക്കാം എങ്ങനെയാണ്. തന്തുക്കൾ എന്ന് പറഞ്ഞൊരു വാക്കിനെ മനസ്സിലാക്കാനായിട്ട് ഈ പടം വളരെയധികം ഉപകാരപ്പെടും. നാരുകൾ വലിച്ചു കെട്ടിയിരിക്കുന്നത് പോലെയാണ് മസിൽ വെച്ചിട്ടുള്ളത്. ഈ നാരുകളുടെ ക്ഷയമാണ് അല്ലെങ്കിൽ അതിന്റെ ക്ഷതമാണ് നമുക്ക് പുറം കഴയ്ക്കലും, എവിടെ കട്ടുകഴപ്പുണ്ടാകുന്നോ അവിടെ മസിൽ വീക്ക് ആകുന്നു, അവിടെ ജോയിന്റ്സിന് പ്രത്യേകിച്ച് തന്തുക്കള് ലൂസായി പോകുന്നു, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു. അവിടെ വെച്ചാൽ കണക്റ്റീവ് ടിഷ്യൂസിന്റെ വീക്കമാണ് അല്ലെങ്കിൽ വീക്ക്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. നോക്ക, ബോഡിയിലെ വാട്ടർ ലെവൽ കാണിച്ചിരിക്കുന്നത്. ഈ ലെവലിൽ വാട്ടർ വേണം. പക്ഷേ നമ്മള് ഈ ഫാറ്റ് ഉള്ള ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫാറ്റ് കൂടിയിരിക്കുന്ന, വിസറൽ ഫാറ്റ് ഹൈ ആയിരിക്കുന്ന 10 കാണും. ഈ ഒരു സംഭവം 10 അതിൽ കൂടുതലോ കാണും. അപ്പൊ ആ ഫാറ്റ് കൂടിയിരിക്കുന്ന ശരീരത്തിൽ നിങ്ങൾ ഇനി എത്ര വെള്ളം കുടിച്ചാലും നോർമൽ സെല്ലുകളിലേക്ക് എത്തുന്നതിന് പകരം, അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽ ഫ്ലൂയിഡ്, അതായത് സെല്ലുകളുടെ ഇടയിലുള്ള ഫ്ലൂയിഡിന്റെ ലെവൽ കൂടുന്നതിന് പകരം അത് മുഴുവൻ ഫാറ്റ് സെല്ല് വലിച്ചുകൊണ്ട് പോകും. ഫലത്തിൽ എന്താണുള്ളത്? നമ്മൾക്കത് വെള്ളം കുടിച്ചിട്ടും വെള്ളമില്ല. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ബോഡി ലെവൽ കുറവായിരിക്കും. ഫാറ്റ് കൂടുതലുള്ള ആളിന്റെ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ലെവൽ 40s-ലാണ്, 43 അങ്ങനെ കിട്ടാറുള്ളൂ. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കട്ടിച്ച് 48, 49 കണ്ടിട്ടുള്ളൂ. അതേസമയം ടോട്ടലി ലീൻ ബോഡി ആണ്, എല്ലും തൊലിയാണെങ്കിൽ അവർക്ക് വെള്ളം കൂടുതൽ കാണിക്കും. അത് ഫോൾസ് റീഡിങ് ആയിരിക്കുകയും ചെയ്യും. അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. പിന്നെ എല്ലുകളുടെ തൂക്കമാണ് ഒരാളിന്റെ ബലം എന്ന് പറയുന്നത്. 72 വയസ്സുള്ള ഒരാളെ ബോഡി സ്കാൻ ചെയ്തു. അദ്ദേഹത്തിന്റെ മുട്ടിന് പ്രശ്നമായിരുന്നു. അദ്ദേഹത്തിന്റെ ബോണിന്റെ തൂക്കം 4 kg ആണ്. 72 വയസ്സ്. മസില് 62. ഫാറ്റ് കുറവാണ്, പക്ഷെ മുട്ടിന് വേദന. അണ്ടർ യൂസ് ഓഫ് നീ ആണ് അവിടെ കാരണമായതെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അത് അവിടെ സംഭവിച്ചത് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാണ്. ഈ തന്തുക്കള് ആവശ്യത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാതെയും കേടാകും, ഉപയോഗിച്ചാലും പോകും. ഓവർ യൂസും അണ്ടർ യൂസും രണ്ടും നമുക്ക് ദുരനുഭവമാണ് തരുന്നത്. ഓക്കെ, അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ശരീരത്തിന്റെ ബോഡി ഫാറ്റ് കൂടാൻ. അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ആവശ്യത്തിന് കഴിക്കാൻ വെച്ചാൽ വയറ് വിശന്നിട്ടായിരിക്കില്ല ചിലപ്പോൾ കഴിക്കുന്നത്. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മളെ നിർബന്ധിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ കഴിച്ചെന്നിരിക്കും. പിന്നെ കൂട്ടുകൂടി എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ വെറുതെ ഒന്ന് കഴിച്ചെന്നിരിക്കും. നമ്മൾ തന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്കിൽ എൻഗേജ്ഡ് ആണ്, ബ്രെയിൻ എൻഗേജ്ഡ് ആണ്. അപ്പൊ ശരിക്കും ആ സമയത്ത് ആ ടെൻഷൻ അല്ലെ ആ വർക്കിന്റെ ടെൻഷൻ കുറയ്ക്കാൻ, അല്ലെങ്കിൽ അതിന്റെ എൻജോയ്മെന്റ് കൂട്ടാൻ, സിനിമ കണ്ടിരിക്കുന്ന സമയത്ത് സൈഡിൽ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ പോപ്കോൺ കുറയ്ക്കും, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കും, മിക്സ്ചർ കഴിക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആവശ്യമായിട്ടാണോ? ശരീരത്തിന് ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതി സ്വയം പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് ഒരു വെള്ളം വെച്ചിട്ടുണ്ട്, കൊക്കോകോള ആയിരിക്കും. ആ കൊക്കോകോളയില് മോർ ദാൻ 20% ഷുഗർ ആണ്. അതിനേക്കാൾ കൂടുതൽ കാർബൺ ആണ്. കാർബണേറ്റഡ് ഡ്രിങ്ക് ആണത്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത 2 സാധനങ്ങളുണ്ട്. ഇത് ഹൈ കാലറി ആണ്. കുടിക്കുമ്പോൾ ഉറപ്പായിട്ട് ഒരു ഏമ്പക്കം വരും. ഗ്യാസ് വന്നപ്പോൾ കൊക്കോകോള കുടിച്ച് ശരിയായി എന്ന് പറയും. അതുപോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, നല്ല സുഖമുണ്ട് അത് കുടിച്ചിട്ട്, തണുപ്പിച്ചത് കുടിച്ചിട്ട്. ആരെന്ത് പറഞ്ഞാലും, ഇപ്പൊ കൊക്കോകോളയുടെ പരസ്യം കാണുന്നത് ആരെന്തും പറയട്ടെ മനസ്സ് പറയുന്നത് കേൾക്കും. അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ആരെന്തും പറയട്ടെ മനസ്സ് പറയുന്നത് കേൾക്കും. ഇത് നമുക്ക് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യേണ്ട കാര്യം. ഇതിനകത്തെല്ലാം തന്നെ ഫാറ്റ് വളരെ കൂടുതലുള്ള ഫുഡാണ്. പിന്നെ സെഡന്ററി ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ചെയ്യാൻ നേരമില്ല, എല്ലാ റിമോട്ട് കൺട്രോളിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. റിമോട്ട് കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ നമുക്കിപ്പോ ഫാനിന് വരെ റിമോട്ട് വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് പോയിട്ട് ഫാൻ ഓഫ് ചെയ്യേണ്ട പോലും കാര്യം ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കഴിക്കാതിരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് കഴിക്കും. ആ ശരീരത്തിന് ആവശ്യമുണ്ടായിട്ടല്ല. ഒരു ആഹാരം കഴിച്ച് അത് ദഹിച്ച് അബ്സോർബ് ചെയ്യാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്തതിലേക്ക് പോകുമ്പോൾ
നമ്മുടെ ശരീരത്തിന് നോർമലി വേണ്ടുന്ന എനർജി ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് കുറഞ്ഞിരിക്കാൻ കാരണം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശരീരത്തിൽ എനർജി ഇല്ല. 24 മണിക്കൂറിൽ ഏകദേശം 18 മണിക്കൂറോളം നമ്മുടെ ശരീരം എനർജി കൊടുക്കുന്നത് കഴിച്ച ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ശരീരത്തിൽ റിപ്പയർ നടക്കാൻ നമ്മൾ എനർജി മീതി വെക്കുന്നില്ല, അതിന് സമയം ശരീരത്തിന് കൊടുക്കുന്നില്ല. ഉറങ്ങുന്ന സമയത്താണ് റിപ്പയർ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം തലതിരിഞ്ഞു പോയ ഒരു വേർഷനാണ് ആവശ്യമില്ലാതെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞു കൂടുക എന്നുള്ളത്. ലാക്ക് ഓഫ് എക്സസൈസ് പറഞ്ഞു. പിന്നെ ഒരു 5 നില കയറി പോകണമെങ്കിൽ നമ്മൾ ബട്ടണമർത്തി കയറി പോകും. ഇപ്പം സുരേഷ് സാറിന്റെ ക്ലാസ്സിൽ പറയാറുണ്ട്, ലിഫ്റ്റിനകത്ത് എഴുതി വെച്ചിരുന്നു, വെസ്റ്റേൺസിൽ എവിടെയോ പോയപ്പോൾ ലിഫ്റ്റിനകത്ത് എഴുതി വെച്ചിരുന്നുണ്ടല്ലോ, നിങ്ങൾ വരൂ, നിങ്ങളെ ഞാൻ ഉയരങ്ങളിൽ എത്തിക്കാം. വളരെ വേഗത്തിൽ ഉയരത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് ഇത്. അതർ വേ പറഞ്ഞാൽ നമ്മളെ ശരീരത്തില് നമുക്ക് ബേൺ ചെയ്ത് കളയാൻ ഒരു അവസരമാണ് സ്റ്റെപ്പ് കയറുക എന്നുള്ളത്. 5 നില കയറാനുള്ളത് ഒരു 3 നില കയറിയിട്ട് ബാക്കി 2 നില നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കാം, അല്ലെ എസ്കലേറ്റർ ഉപയോഗിക്കാം. അപ്പൊ പക്പാതി പോകും. നമുക്ക് ശരീരത്തിന് ദോഷവുമില്ല, ശരീരത്തിന് ഗുണം ചെയ്ത കാര്യം കൂടെ നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും. കഴിവതും സ്റ്റെപ്പുകൾ ഉപയോഗിക്കുക. സ്ട്രെസ്, വർക്കിന്റെ സ്ട്രെസ് തീർക്കുന്നത് ആഹാരത്തിലാണ്. അപ്പോ വർക്കിന്റെ സ്ട്രെസ് മൂലം ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടും. അതുപോലെ തന്നെ ഈ കഴിക്കുന്ന സാധനം നേരെ ഫാറ്റായിട്ട് അടിയും. അപ്പൊ പല തരത്തിലാണ്, ഒരേ സമയം സ്വന്തം ശരീരം പല തരത്തിലാണ് ക്രൂശിക്കപ്പെടുന്നത്. ഇതൊരു ഡയറ്റാണ്, ക്രാഷ് ഡയറ്റ്. നാളെ മുതൽ ഞാൻ ഇനി ഡയറ്റിലേക്ക് പോവുകയാണ്. ഒരു ആൽമണ്ട് അല്ലെങ്കിൽ ഒരു വിറ്റാമിൻ ഗുളിക, ഇതൊക്കെ തമാശ രൂപത്തിൽ ഞാനൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഡയറ്റ് ശ്രദ്ധിക്കേണ്ടതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ വളരെ തമാശയായിട്ട് മിമിക്രി ഗ്രൂപ്പുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഒരു പ്ലേറ്റ് വലിയതെടുത്ത് വെച്ചിട്ട് ഒരു ആൽമണ്ട്, ഒരു കാഷ്യൂ, ഒരു ഗുളിക, വിറ്റാമിൻ ഗുളിക, എന്നിട്ട് ഇച്ചായൻ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ കൊടുക്കുമായിരുന്നു എന്ന്. അതൊക്കെ സത്യമാണ്. കാരണം വീട്ടിലുള്ള ഗ്രഹനാഥന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഗ്രഹനാഥയുടെ ഒരു ഉത്തരവാദിത്തമാണ്, ആഗ്രഹമാണ്. അപ്പൊ എങ്ങനെയാണ് ആ ബ്രെഡ് വിന്നർ ആയിട്ടുള്ള ആളിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് ആര് പറഞ്ഞാലും അവര് ചെയ്യും. അപ്പൊ ഗ്രഹനാഥന്റെ ആരോഗ്യം പരിപാലിക്കണമെങ്കിൽ നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇറഗുലർ ഈറ്റിംഗ് ഹാബിറ്റ്. നമ്മുടെ റോഡില്, അതായത് എയർപോർട്ട് റോഡില് രാത്രി 2:30-3 മണിക്ക് പോട്ടിയും കപ്പയും കിട്ടും. എന്തുകൊണ്ട് കിട്ടും? ആ സമയത്ത് കഴിക്കാൻ ആളുള്ളത് കൊണ്ടാണ് അത് സെയിൽ ചെയ്യാൻ അവിടെ ആളുള്ളത്. ആ സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ളതല്ല. നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണം ആരംഭിക്കുന്നത് 9 മണിക്കാണ്. പണ്ടുള്ളവർ 8 മണിക്ക് കിടക്കുക. എന്റെ വീട്ടിൽ 8 മണിക്ക് കിടക്കാത്തതിന് ദേഷ്യം പിടിച്ച് വഴക്ക് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആ സ്ഥാനത്ത് നമ്മൾ 2 മണി വരെ ജോലി ചെയ്യും, 2 മണി വരെ എന്റർടൈൻമെന്റിലായിരിക്കും, സിനിമ കാണാൻ പോകും, അങ്ങനെയൊക്കെ പോകും. 9 മണി മുതൽ 11 മണി വരെ രക്തക്കുഴലുകൾ ശുദ്ധീകരിക്കപ്പെടും. 11 മുതൽ വെളുപ്പിനെ 3:30 വരെ നമ്മുടെ ലിവർ കിഡ്നിയും ചേർന്നിട്ട് ബോഡിയെ ഡീടോക്സ് ചെയ്യും. അതുപോലെ തന്നെ രാവിലെ ഒരു 4:30 മുതൽ 5:30 വരെയുള്ള സമയം നമ്മളുടെ ശ്വസന പ്രക്രിയ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ നമ്മുടെ ബ്രീതിങ്, അതായത് റെസ്പിറേറ്ററി സിസ്റ്റം ക്ലീൻ ആകുന്ന സമയമാണ്. അതാണ് ശരിക്കും വെളുപ്പിനെ എഴുന്നേറ്റിട്ട് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത്. പ്രകൃതിയിലെ ഊർജം നമ്മിലേക്ക് ആവാഹിക്കേണ്ട പ്രാണായാമത്തിന് ഏറ്റവും ബെസ്റ്റ് സമയം രാവിലെയാണ്. 5 മുതൽ രാവിലെ 4 കഴിഞ്ഞ് 5-5:30 വരെയുള്ള സമയം ബ്രീതിങ് എക്സസൈസ് ചെയ്താൽ ഒരുപാട് ബെനിഫിറ്റ് കൂടുതൽ കിട്ടും. പക്ഷെ ഇതിനൊന്നും നമ്മൾ സമയം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല. നമുക്കില്ലാത്തത് അതാണ്. പക്ഷെ നമുക്ക് ഭൂമിയിൽ തന്നിരിക്കുന്ന വ്യക്തിപരമായിട്ട് പതിച്ചു തന്നിരിക്കുന്ന മറ്റാർക്കും കൈകടത്താൻ പറ്റാത്ത സ്വത്തുക്കളിൽ 1 നമ്മുടെ സമയം, 2 നമ്മുടെ മനസ്സാണ്, 3 നമ്മുടെ ശരീരമാണ്. ഈ 3 സ്വത്തുക്കളെ അവഗണിച്ച് അതിനെ പിന്നീട് മറ്റുള്ളവരുടെ സഹായത്താൽ കറക്റ്റ് ചെയ്യാൻ നടക്കുന്നതാണ് നമ്മളുടെ ബാഡ് ഹാബിറ്റ് എന്നോ നമ്മുടെ വിധിയെന്നോ ഒക്കെ പറയാം. നമുക്ക് ഒരുപാട് ബോഡി ഫാറ്റ് കൂടാനായിട്ട് ഗാദറിങ്സ്, വേണ്ടെങ്കിലും ഭക്ഷണം കഴിച്ചു പോകുന്ന, വേണ്ടെങ്കിലും അല്പം ഡ്രിങ്ക്സ് എടുത്തു പോകുന്ന സാഹചര്യങ്ങൾ, ബിസിനസ്സിൽ കൂട്ടാളികളെ നിലനിർത്താൻ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ് ഉണ്ടാക്കി അവസാനം ബിസിനസ്സുകാരൊക്കെ പാട്ടും പാടി അവരവരുടെ വഴിക്ക് പോകും. ഇവിടെ കിട്ടിയ ഹാബിറ്റ് ആ വ്യക്തിക്ക് മാറ്റാൻ പറ്റാതെ വീടിന് ഭാരമായിട്ട്, നാടിന് ഭാരമായിട്ട്, സ്വന്തം ശരീരത്തെ പോലും രക്ഷിക്കാൻ പറ്റാത്ത ഒരു ഹാബിറ്റിലേക്ക് മാറും. ഹാബിറ്റുകൾ ഉണ്ടാകുന്നത് ബോധപൂർവം ഒഴിവാക്കാൻ ശ്രമിക്കുക. ലേറ്റ് നൈറ്റ് സ്നാക്കിംഗ്, അതുപോലെ ഉറക്കക്കുറവ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ബ്ലഡ് ഷുഗർ നോർമൽ ആകണമെങ്കിൽ രാത്രിയിൽ മിനിമം 6 to 7 hours ഉറങ്ങാൻ ശ്രമിക്കണം. ഉറക്കം കിട്ടിയില്ലെങ്കിൽ ബാക്കി എന്തുണ്ടെങ്കിലും ചിലപ്പോൾ ഷുഗർ ഹൈ ആയിട്ട് കാണിക്കും. ഫാസ്റ്റിംഗ് ഷുഗർ വളരെ ഹൈ ആയിരിക്കും.
അതുപോലെ അമിതമായിട്ട് പഞ്ചസാര കഴിക്കുക, അല്ലേ? നമുക്ക് ഒരുപാട് സാധനങ്ങൾ നല്ല കളർഫുൾ ആയിട്ട് ലേബൽ ചെയ്തതും ഒക്കെ കിട്ടും. അപ്പൊ കഴിക്കുന്നതിന് ഒരു ഒരു ലെവല് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കഴിക്കാതിരിക്കണം എന്നുള്ള ബോധം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബോധത്തോടു കൂടി അവയർനെസ്സോടു കൂടി ഒരു സാധനം മുമ്പിൽ വരുമ്പോൾ ഇതെന്റെ ശരീരത്തിന് ആവശ്യമാണോ എന്ന് സ്വയം ചോദിക്കാൻ നമ്മൾ പഠിക്കുക. എന്നിട്ടല്ലേ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കലോറി നോക്കിയിട്ട് ഫുഡ് കഴിക്കുന്ന ആള് അങ്ങനെ കൃത്യമായിട്ട് നോക്കി കഴിച്ചാലും അസുഖം വരും, വരാതിരിക്കില്ല. പക്ഷെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നതിനെ ഒഴിവാക്കുക. കഴിക്കുന്നത് 3/4 ഭാഗവും നമ്മൾ ബേൺ ചെയ്ത് കളയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അസുഖവും വരില്ല, നമുക്ക് ഫാറ്റ് അഡീഷൻ ഉണ്ടാവില്ല, ബോഡി ഫിറ്റ് ആയിരിക്കും. ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ കഴിച്ചു കഴിഞ്ഞിട്ട് അത് ദഹിച്ച് അബ്സോർബ് ആയി അത് ഫാറ്റായിട്ട് പോകുന്നതിന് പകരം അതിനെ ബേൺ ഔട്ട് ചെയ്യാനുള്ള ബോധം പോലും ഉണ്ടാവുകയുള്ളൂ. വയറ് നിറച്ച് കഴിച്ചത് അതിനകത്ത് പ്രോട്ടീനും ഇല്ല, ശരീരത്തിൽ ഓൾറെഡി പ്രോട്ടീൻ ഇല്ല എന്നുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും ക്ഷീണം തീർക്കാൻ മാത്രമേ തോന്നത്തുള്ളൂ. അതിനെ ബേൺ ഔട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത പോലും, നല്ല ചിന്ത പോലും വരില്ല. നല്ല ചിന്ത വരണമെങ്കിലും പ്രോട്ടീൻ ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന കലോറിയുടെ കണക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൊഴുപ്പ്, ഫാറ്റ്, 1 ഗ്രാം ഫാറ്റ് കഴിച്ചാൽ 9 കാലറി കിട്ടും. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ 4 കാലറി കിട്ടും. 1 ഗ്രാം പ്രോട്ടീൻ കഴിച്ചാൽ 4 കാലറി കിട്ടും. പ്രോട്ടീൻ കഴിച്ചാൽ 4 കലോറി കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കണം? കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്, പക്ഷെങ്കിൽ പ്രോട്ടീൻ കൂടുതൽ കഴിച്ച് കഴിവതും ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, അതിനകത്ത് മോഡറേറ്റിൽ ഒരുപാട് പ്രോട്ടീനും കഴിക്കാൻ പാടില്ല. അപ്പൊ ആവശ്യത്തിന് നമ്മുടെ സാറ് അടയാളം കാണിച്ചു തരുന്നത് പോലെ 1/3 ഓഫ് നമ്മുടെ കൈ കൂട്ടിപ്പിടിച്ചിട്ട് അതിന്റെ 1/3 ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ എമ്പക്കം വരുന്ന ലെവലിൽ ആഹാരം നിർത്താൻ നമ്മൾ പരിശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓവർ വെയിറ്റും ഉണ്ടാവില്ല, അണ്ടർ വെയിറ്റും പോവില്ല, ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻഡ് ആയിരിക്കും. സീറ്റ് ബെൽറ്റ് കെട്ടാൻ പറ്റാതെ കമ്പനിക്കാരെ കുറ്റം പറയേണ്ടി വരും. ഇത് കണ്ടോ, ഓഫീസറാണ്. ഈ പരുവത്തിനായി കഴിഞ്ഞിട്ട് ഇങ്ങനെ പച്ചല തിന്നിട്ട് കാര്യമില്ല. തുടക്കം മുതലേ പച്ചല ആയിരുന്നു എങ്കിൽ, പച്ചല കൂടെ ചേർത്തിരുന്നെങ്കിൽ ഈ പരുവത്തിന് ആയി പോവില്ലായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഇവർക്ക് ഇവരുടെ ആ ഒരു ഫീൽ, ഇവർക്കുള്ള ബുദ്ധിമുട്ട്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ഫീലാണ്. ഇപ്പോഴും അവർ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല അവരുടെ തടിയുടെ ദൂഷ്യവശം എന്താണെന്നുള്ളത്. ഡോക്ടർമാര് നമ്മളോട് പറയും വെയിറ്റ് കൂടുതലാണ്, വെയിറ്റ് കുറയ്ക്കണം കേട്ടോ. ശരി സാർ, വെയിറ്റ് കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് അവിടെ മുതൽ ആലോചിച്ചിട്ട് വീട്ടിൽ വരെ വരും, വെള്ളം കുടിക്കും, ആ നേരത്തെ ഭക്ഷണം ഒഴിവാകും, അടുത്ത നേരമാകുമ്പോൾ നല്ല വിശപ്പാകും, അപ്പൊ 2 നേരത്തെയും കൂടെ ഒന്നിച്ച് കഴിക്കേണ്ടി വരും. കറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊരു ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനും ചെയ്തിട്ടുള്ളതാണ്. പകല് മുഴുവൻ ഭക്ഷണം കഴിക്കില്ല, വീട്ടിൽ വന്ന് കയറിയാൽ കിടക്കുന്നവരെ എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കും. പക്ഷെ പാത്രത്തിൽ വിളമ്പി കഴിക്കുന്ന പരിപാടിയില്ല, മറ്റെന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. പക്ഷെ ഈ കഴിക്കുന്നതൊക്കെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ രാത്രി പിന്നെ നേരെ പോയി കിടക്കുകയാണ്. അപ്പൊ അത് ശരീരത്ത് അടിഞ്ഞുകൂടി വെയിറ്റ് കൂടുകയല്ലാതെ മറ്റൊന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ പകല് കഴിച്ചിട്ട് രാത്രി ഭക്ഷണം ഒഴിവാക്കുകയാണ്, നേരത്തെ കഴിച്ചുകൊണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും വെയിറ്റ് കുറയ്ക്കാൻ. പകല് കഴിക്കാതിരുന്നിട്ട് രാത്രി കഴിക്കുന്നത് വെയിറ്റ് കൂടാനാണ് ഉപകരിക്കുന്നത്. ഷുഗറുള്ള ആൾക്കാർക്ക് ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശരീരത്തിലെ വെയിറ്റ്, കുറച്ചു മുമ്പ് കണ്ട ആ ഒരു വലിയ ഫിഗർ ഉണ്ടല്ലോ, അവിടെ ശരീരത്തിൽ മസിൽ കുറവും ഫാറ്റ് കൂടുതലുമാണ്. ആ വ്യക്തിക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഷുഗറിനെ കുറയ്ക്കണമെങ്കിൽ മസിലിന്റെ ആവശ്യം വളരെ അത്യാവശ്യമുള്ളത് കൊണ്ട്. ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഓൾറെഡി പറഞ്ഞതാണിത്. ഹാർട്ട് ഡിസീസസിനെ കുറയ്ക്കുക, സ്ട്രോക്കിനെ കുറയ്ക്കുക. അത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവിനെ കുറച്ച് രക്തക്കുഴലുകളിലെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവില്ല. രക്തം ഒഴുകിച്ചെന്ന് ഹാർട്ടിന്റെ മസിലിന് വേണ്ടുന്ന പോഷകങ്ങളും ഓക്സിജനും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ രക്തക്കുഴലിലെ രക്തപ്രവാഹം കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബ്രെയിനിലേക്കും എങ്ങും ചെന്ന് ഒരു ഒക്ലൂഷൻ അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവത്തക്ക രീതിയിൽ ഒരു ക്ലോട്ട് ഉണ്ടാവാതിരിക്കുക. ഇതിനൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ശരീരത്തെ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ലിഗമെന്റ് പെയിൻ, ലിഗമെന്റിന്റെ ലൂസ് ആവുന്നത് കൊണ്ട് മുട്ടുവേദന, വെയിറ്റ് എടുക്കാൻ പറ്റാതിരിക്കാൻ, അവനവന്റെ ശരീരം ചെറിയ തൂണില് വലിയ പര എന്ന് ഞാൻ പറയും. ചെറിയ 2 കാലുകൾ തന്നിരിക്കുന്നു, നമ്മൾ അതിന്റെ മുകളിൽ കയറ്റി വെക്കുന്ന ഭാരം വളരെ വലുതാണ്. 5 ഇരട്ടിയോളം ശരീരഭാരം നമ്മൾ ഒരു സ്റ്റെയർ കയറുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് മനസ്സിലല്ല ഫീൽ ചെയ്യുന്നത്, നമ്മുടെ കാലിന് ഫീൽ ചെയ്യും. അപ്പൊ നമ്മള് റെയിൽസിന്റെ സഹായം തേടും, അല്ലെങ്കിൽ 2 വശത്തും പിടിച്ചുകൊണ്ട് വേണേലും വലിച്ച് റെയിൽസിലൂടെ മാത്രം നമ്മൾ മുന്നോട്ട് പോകും.
അതൊക്കെ നമ്മൾ കാണുന്നതാണ്, അറിയുന്നതാണ്. ശരീരത്തിന് ശ്വാസം എടുക്കാൻ പറ്റാത്ത വിധം നമ്മളുടെ അബ്ഡോമൻ ക്യാവിറ്റിയും ചെസ്റ്റ് ക്യാവിറ്റിയും കൂടെ ഒന്നിച്ചായി പോകും. കാരണം ഡയഫ്രത്തിന് വികസിക്കാനോ ചുരുങ്ങാനോ ഡയഫ്രത്തിനൊന്ന് മാറിക്കൊടുക്കാനോ ലങ് കപ്പാസിറ്റി കൂട്ടാനോ ഉള്ളൊരു അവസരമില്ല. കാരണം വയർ അത്ര കണ്ട് വികസിച്ചിരിക്കുകയാണ്. ഡയഫ്രം താഴോട്ട് വന്നെങ്കിൽ മാത്രമേ ലങ്ങിന് കപ്പാസിറ്റി കൂട്ടാൻ, ലങ്ങിനൊന്ന് വികസിക്കാൻ പറ്റുള്ളൂ. അത് പറ്റാതെ അപ്പൊ ശ്വാസം എടുക്കാൻ വളരെ തടസ്സമുണ്ടാകും. ശ്വാസം എടുക്കാൻ തടസ്സമുണ്ടാകുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയും. കുഴഞ്ഞു വീഴൽ അതിന്റെ ഒരു ഭാഗമാണ്. പല കാരണത്താലും കുഴഞ്ഞു വീഴും. അതിന് ഇങ്ങനെ ഫാറ്റി ബോഡി ആയിട്ടുള്ളവർക്ക് ശ്വാസം കിട്ടിയില്ലെങ്കിൽ ഇതാണ് അവിടെ നടക്കുന്നത്. ബ്രെയിനിലേക്ക് ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ബ്രെയിൻ സഡൻ ആയിട്ട് സ്വിച്ച് ഓഫ് ആകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും നിന്ന നിപ്പിൽ കുഴഞ്ഞു വീഴുന്നത്. അവർക്ക് ശരിക്കും ബ്രീതിങ് ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ്. PCOS അതായത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ആണ് PCOS എന്ന് പറഞ്ഞാൽ. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പല സിംറ്റങ്ങൾ ഒന്നിച്ച്, പല രോഗലക്ഷണങ്ങൾ ഒന്നിച്ച് കാണുന്നതാണ് സിൻഡ്രോം. ഇത് യൂട്രസ് ഓവറിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടാവാം, കറക്റ്റ് ആയിട്ട് ഓവുലേഷൻ നടക്കാതെ വരിക, ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് കറക്റ്റ് ആയിട്ട് പുറത്തോട്ട് പോകാതിരിക്കുക. ഇവിടെ ഞാൻ ഒരു കാര്യം എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്, യൂട്രസിന്റെ ഉൾഭിത്തിക്ക് കട്ടി കൂടും, എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, കുറച്ചങ്ങോട്ട് ചെറുപ്പം മുതലേ വളരെ ലിമിറ്റഡ് ആയിട്ട് ആഹാരം കഴിക്കുക, ഇഷ്ടമുള്ളത് മാത്രം കഴിക്കുകയും ചെയ്യുന്നതിൽ പ്രോട്ടീൻ കുറവുണ്ടെങ്കിൽ ഈ യൂട്രസ് എന്ന് പറയുന്നത് മസിൽ മാത്രമുള്ള ഒരു ഓർഗനാണ്. ആ മസിലിന് പുഷ് ഔട്ട് ചെയ്യാൻ, കൺട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. കപ്പാസിറ്റി കുറയുമ്പോഴത്തേന് കുറച്ച് ബ്ലഡ് സ്റ്റേ ബാക്ക് ചെയ്യും. ആ സ്റ്റേ ബാക്ക് ചെയ്യുന്ന ബ്ലഡ് അവിടെ അടിഞ്ഞു കിടക്കും. ആ അടിഞ്ഞു കിടന്ന് കാലക്രമേണ മറ്റു മാറ്റങ്ങളും ഏജ് റിലേറ്റഡ് ഫാക്ടേഴ്സും ഹോർമോൺ ഇംബാലൻസസും ഫാറ്റ് അഡീഷനും എല്ലാം കൂടെ വരുമ്പോൾ ശരിക്കും എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഇതിനെ തടയണമെങ്കിൽ ഉറപ്പായിട്ടും ആ ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാവുക എന്നുള്ള വളരെ അത്യാവശ്യമാണ്. എൻഡോമെട്രിയോസിസ് കണ്ടിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ എത്രയും വേഗം നമ്മൾ ആ കറക്ഷൻ ചെയ്യാനുള്ള, ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ആകാനുള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും, ആൾക്കാർ പ്രോട്ടീൻ എടുക്കാതെ ന്യൂട്രിചാർജ് വുമൺ മാത്രം എടുക്കും, ന്യൂട്രിചാർജ് വെജമേഗ മാത്രം എടുക്കും, അങ്ങനെയുള്ള കണ്ടീഷൻസ് കാണാറുണ്ട്. ഇവിടെ ഒരു ക്ലെൻസിങ് ആവശ്യമായതുകൊണ്ട് ന്യൂട്രിചാർജ് ബയോ ഏജും കൂടി ഇവിടെ കൊടുക്കണ്ട. സ്ലീപ്പിംഗില് സ്ലീപ്പ് അപ്നിയ, ഉറക്കത്തിൽ മരിച്ചു പോയവരുണ്ട്. കാരണം ശ്വാസനാളം അടഞ്ഞു പോയിട്ട് ശ്വാസം കിട്ടാതെ അവരറിയുന്നില്ല, അത് അവരുടെ ഓവർ വെയിറ്റ് കാരണം സംഭവിക്കുന്നതാണ്. ഇത് കുറെ സ്റ്റഡീസിന്റെ ഭാഗമാണ്. അൺഅട്രാക്റ്റീവ് ബോഡി, ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ഇതൊരു 73 kg ഏകദേശം വെയിറ്റ് വരുന്നതെന്നാണ് ക്ലാസ്സിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്ലൈഡ് കാണിച്ചിരുന്നു, 93 കിലോയുള്ള ആൾക്കാരുടെ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാൻ പറ്റാതെ വരിക, സൈഡുകളിൽ ഇങ്ങനെ ഫാറ്റ് തുടിഞ്ഞു കിടക്കുക, ഒടിവുകൾ കാണുക, അങ്ങനെയൊന്നുമല്ല. ശരീരത്തിൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ലീൻ ബോഡി മാസ് ആണെന്നുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടുന്നത്, അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് പുതിയ പുതിയ കാര്യങ്ങൾ, സ്ലിം ഫിറ്റ് എന്ന് പറഞ്ഞ ബെൽറ്റുകളൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഡ്രസ്സ് ഇടാറുണ്ട്. ആ ബെൽറ്റ് കണ്ടിന്യൂസ് ഒരു ദിവസമല്ല ഒരുപാട് ദിവസം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങൾ ഇന്റേണലി സംഭവിക്കുന്നത് അറിയില്ല. കാരണം സെൽ ഡാമേജ് സംഭവിക്കും, ടൈറ്റ് ആയിട്ടിരിക്കുന്ന സെൽ ഡാമേജ് സംഭവിക്കും. അതിനെ റിപ്പയർ ചെയ്യാൻ പ്രോട്ടീൻ ഇല്ല. കാലക്രമേണ വലിയ വലിയ അസുഖങ്ങളിലേക്ക് അത് പോകും. കോൺഫിഡൻസ് ഇല്ലായ്മ, മറ്റുള്ളവരുടെ മുമ്പിൽ കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ ഫിഗർ കാരണം ഞാൻ എങ്ങനെയാണോ പബ്ലിക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഐ ടു ഐ കോണ്ടാക്ട് കൊടുത്ത് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു പേഴ്സണാലിറ്റി ആയിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും, മിങ്കിൾ ചെയ്യാൻ പറ്റാതെ വരും. ഇത് രണ്ട് എക്സ്ട്രീമും ഉണ്ട് നമുക്കിന്ന്. ലീൻ ബോഡി, വെറുതെ എല്ലും തൊലി ആണെങ്കിലും ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. ഒരുപാട് തടി കൂടിയാലും ഇത് തന്നെയാണ്. സ്വയം റിജക്ട് ചെയ്യും, സ്വയം ഐസൊലേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ആയി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവര് മുറി വിട്ട് വെളിയിൽ ഇറങ്ങത്തില്ല. പക്ഷെ ഭക്ഷണത്തിന് കുറവൊന്നുമില്ല, ഭക്ഷണം വീണ്ടും അതേപോലെ തന്നെ ഫാറ്റി ഫുഡുകളായിരിക്കും കഴിക്കുന്നത്. അഡ്വൈസ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡിപ്രഷൻ വളരെ മാരകമായിട്ട് ഇവരിൽ ഉണ്ടാവും. അതിന് മരുന്ന് കഴിച്ചാലും ആ ഡിപ്രഷൻ മാറുന്നതല്ല. അതുപോലെ തന്നെ കുറെ യൂട്യൂബ് നോക്കിയിട്ട് പുറത്താരോടും പറയാതെ സ്വയം പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരാണിത്. യൂട്യൂബിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ വളരെ കറക്റ്റ് ആണെന്ന് വിചാരിക്കും, ഗൂഗിളിലുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആണെന്ന് വിചാരിക്കും, ഏറ്റവും വേണ്ടപ്പെട്ട കൂട്ടുകാർ ഫോർവേഡ് ചെയ്യുന്ന വാട്സപ്പ് മെസ്സേജസ് കറക്റ്റ് ആണെന്ന് വിചാരിച്ച് അൺസയന്റിഫിക് ആയിട്ട്
ഒന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അവനവന് പറ്റിയത് എന്തെന്ന് തിരഞ്ഞെടുക്കാൻ ഒരു ഗൈഡൻസ് വളരെ അത്യാവശ്യമാണ്. അവനവന്റെ ബോഡിയുടെ നില എന്താണെന്ന് ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങാൻ. ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റുകളുമുണ്ട് ശരികളുമുണ്ട്. സ്റ്റാർവേഷൻ ആണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പൊ നോമ്പ് കാലമാണ്. ആ നോമ്പ് കാലത്തെ വളരെ നന്നായിട്ട് ഉപയോഗിച്ച് ഒരു ന്യൂട്രിചാർജ് അസാൻഡഫും ഇല്ലാതെ തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ ഷേക്ക് കഴിച്ച് ഈ ഒരു നോമ്പ് കാലം വളരെ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു 4-5 കിലോ വെയിറ്റ് വരെ കുറയ്ക്കാൻ പറ്റും ആൾക്കാർക്ക്, നോയമ്പ് എടുക്കുന്നവർക്ക്. ആ നോമ്പിന്റെ ഗുണവും കിട്ടും, അത് ശരീരത്തിന് ഗുണകരമാക്കി മാറ്റാനും പറ്റും. ഇപ്പൊ കഴിക്കുന്നത് ഹെൽത്തി ഫുഡ് മാത്രമായിരിക്കും. അപ്പൊ നമ്മൾക്ക് ബോഡിയുടെ സ്റ്റാമിന കുറയുമ്പോൾ, മസിൽ കുറയുമ്പോൾ, അല്ലെ പ്രോട്ടീൻ കുറയുമ്പോൾ ഇമ്മ്യൂണിറ്റി ലോ ആയിരിക്കും. രണ്ട് എക്സ്ട്രീമിലും അത് തന്നെ, ഇമ്മ്യൂണിറ്റി ലോ ആകും. അതുപോലെ തന്നെ സഡൻ വെയിറ്റ് ലോസ്. ചിലർ പറയണ കേൾക്കാം, ഒരു മാസം കൊണ്ട് 11 കിലോ വെയിറ്റ് ഞാൻ കുറച്ചു, 17 കിലോ വെയിറ്റ് കുറച്ചു, ഒരു ഡയറ്റും ചെയ്തില്ല. ഇപ്പൊ പരസ്യം കാണുന്നതാണ്. ആ സഡൻ വെയിറ്റ് ലോസ് ഒക്കെ തന്നെ കുറച്ച് കാലത്തിന് ശേഷം വളരെ സിവിയർ ആയിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ കാരണമാകും. അത് ഗൈഡഡ് ആയിട്ട് ചെയ്താലും ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളും പ്രോട്ടീനും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ സ്കിൻ സാഗിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തു, പ്രോട്ടീൻ ഇല്ലാതെ ഫാറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എല്ലിൽ തൂങ്ങിക്കിടക്കുന്ന തൊലിയായിട്ട് നമ്മുടെ കൈകളൊക്കെ മാറും. അതിനെ ഒരിക്കലും നമുക്ക് എത്ര സർജറി ചെയ്താലും, പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അത് കറക്റ്റ് ആയിട്ട് മാറത്തില്ല. നമുക്ക് വീണ്ടും ബോഡി ഷെയ്മിങ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഫിറ്റ് ആയിട്ടുള്ള നല്ല ഒരു ഡ്രസ്സ് ഇടാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവില്ല. എനിക്ക് ഒരു കസ്റ്റമർ ഉണ്ട് അങ്ങനെ, 32 വയസ്സേ ഉള്ളൂ, പക്ഷെ സ്കിൻ സാഗിങ് ചെസ്റ്റ്, ബ്രസ്റ്റിലുണ്ട്, അബ്ഡോമൻ ഉണ്ട്, അതുപോലെ ഹാൻഡ് സ്ലീവ്സിലുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് എക്സസൈസ് കൂട്ടും, പ്രോട്ടീൻ എടുക്കുന്നുണ്ട്, കുറച്ച് മാറ്റങ്ങളുണ്ട്. പക്ഷെ അത് എത്ര കാലം കൊണ്ട് ശരിയാക്കാൻ പറ്റും നമുക്കറിയില്ല. സർജറി ഒരിക്കലും സജസ്റ്റബിൾ അല്ല. നോർമൽ റുട്ടീൻ, ഇപ്പൊ കുറെ നാള് പട്ടിണി കിടന്നു, അല്ലെ പല കാര്യങ്ങൾ ചെയ്ത് പല പ്രോട്ടീൻ എടുത്ത് വണ്ണം കുറച്ചു, പിന്നെ ആ പട്ടിണി കിടന്ന കാലം ശരീരം പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ പഠിച്ചെടുക്കാത്തത് കൊണ്ട്, മനസ്സിലാക്കാത്തത് കൊണ്ട് വീണ്ടും പഴയതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിങ് തോന്നും, വീണ്ടും പഴയ പോലെ തന്നെ ആയിത്തീരും. ഇപ്പൊ ആൾക്കാർ കുറ്റം പറയുന്നത് ആ പ്രൊഡക്റ്റിനെയാണ്. നമ്മളാണ് കുറ്റക്കാര്. വീണ്ടും നമ്മൾ തോന്നിയ പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് അതിന്റെ എഫക്റ്റ് കാണിക്കും. പ്രോട്ടീൻ എടുത്ത് വണ്ണം കുറഞ്ഞതായിരുന്നു, പിന്നെ വണ്ണം കൂടിയപ്പോ പ്രോട്ടീൻ എടുത്ത സമയത്ത് വണ്ണം കുറയ്ക്കണമെന്നുള്ള ഒരു ഇച്ഛാശക്തി ഭയങ്കരമായിട്ട് പ്രബലമായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ ആ കഴിക്കാതിരുന്നതിന്റെ ഇരട്ടിയായിട്ട് കഴിക്കാൻ ഇവർക്ക് തോന്നിയിട്ടുണ്ട്. അവർ കഴിക്കുന്നു, വീണ്ടും പഴയ പോലെ ആകുന്നു. ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടാവും. കാരണം മസിലിന് ബലമില്ല, ഫാറ്റ് കൂടുതലാണ്. മസിൽ ഇല്ലാത്തത് കൊണ്ട് ഫാറ്റിന് ആ ഒരു ബലം, സപ്പോർട്ട് ജോയിന്റ്സിന് കൊടുക്കാൻ പറ്റില്ല. മസിൽ മാസ് കുറയുന്നു. ഇനി സയൻസ് ഓഫ് വെയിറ്റ് ലോസ്. എന്താണ് വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്? റിഡക്ഷൻ ഓഫ് ബോൺ, മസിൽ ആൻഡ് വാട്ടർ, അൺഹെൽത്തി, അൺഫിറ്റ്. റിഡക്ഷൻ ഓഫ് ഫാറ്റ്, ഹെൽത്തി ആൻഡ് ഫിറ്റ്. അതായത് കുറയേണ്ടത് ഫാറ്റ് മാത്രമാണ്. ഫാറ്റ് കുറയുമ്പോൾ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ട്, ഫാറ്റ് കുറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റി കൂടാതെ നമുക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഉത്സാഹം തോന്നും, പ്രായം അല്പം കുറഞ്ഞതായിട്ട് തോന്നും. ഇതിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പലർക്കും പ്രായം കുറഞ്ഞവരാണ്. ഇതിൽ ജോയിൻ ചെയ്തപ്പോൾ ഉള്ള പ്രായത്തിനേക്കാൾ കുറഞ്ഞ പ്രായവും കൊണ്ടിരിക്കുന്നതാണ്. 5-6 മാസം തുടർച്ചയായിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 വയസ്സിന്റെ കുറവെങ്കിലും തോന്നും. സ്ട്രോങ് ആയിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അതായത് അടുത്തൊരാൾക്ക് ജലദോഷമോ ചുമയോ ഉണ്ടെങ്കിൽ നമുക്കതിനെ പിടിച്ചെടുക്കില്ല. ചിലർ പറയില്ല, വീട്ടിൽ കൊച്ചു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പനിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ചു. നമ്മളെല്ലാരും ആ റിസീവേഴ്സ് ആയി പോയത് എന്തുകൊണ്ടാണ്? ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളുടെ ഭാരം കുറയുന്നത് മസിലും വാട്ടർ ലെവലും ആണെങ്കിൽ നമ്മളുടെ അവസ്ഥ, ക്ഷീണം കൂടും, പ്രൊഡക്ടിവിറ്റി, നമ്മളുടെ ജോലി ചെയ്യാനുള്ള സ്റ്റാമിന കുറയും, കപ്പാസിറ്റി കുറയും, നമ്മൾക്ക് റിസൾട്ട്, നല്ലൊരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റില്ല. പ്രീമച്വർ ഏജിങ്, പ്രായമാകുന്നതിന് മുമ്പേ പ്രായമായ ഒരു എഫക്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി കുറയും. ഓവറോൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ അളന്നു നോക്കേണ്ടത് നമ്മളുടെ വേസ്റ്റിന്റെ അളവും ചെസ്റ്റിന്റെ അളവുമാണ്.
ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഫാറ്റ് പെർസെൻറ്റേജ് കാണാറുണ്ടല്ലോ. ഫാറ്റ് പെർസെൻറ്റേജ് എന്താണെന്നാണ് ടോട്ടൽ ബോഡി വെയിറ്റിനകത്ത് എത്ര ഫാറ്റ് എന്നുള്ളതാണ് ഫാറ്റ് പെർസെൻറ്റേജിൽ കാണുന്നത്. അത് നമ്മൾ 20-ൽ താഴെ ആയിരിക്കണം. സ്ത്രീകൾക്ക് അല്പം പരിഗണന 25 വരെ ആവാം. ആ സ്ഥാനത്താണ് 40-ഉം 50-ഉം ഒക്കെ ഉള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് 50.9 ആണ്. ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ലൈഡ്. അതുപോലെ തന്നെ മസിൽ മാസ്, മസിൽ റേഷ്യോ, നമ്മളുടെ മസിലിന്റെ ഭാരമായിരിക്കണം കൂടി നിൽക്കുന്നത്. അത് നമ്മളുടെ ശരീരത്തിൽ കൂടുതലാണെങ്കിൽ ഇങ്ങനെ നല്ല ഫിഗർ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. 45% പുരുഷന്മാരിലും 36% സ്ത്രീകളിലും. പക്ഷെ സ്ത്രീകളിൽ 46% ഞാൻ കണ്ടിട്ടുണ്ട്. അത് തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളിലാണ്, വീട്ടമ്മമാരിലല്ല. തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളിൽ അവരുടെ കാലുകളിലെ മസിലും കൈകളിലെ മസിലും ശരീരത്തിലെ ഓവറോൾ മസിൽ നന്നായിട്ടുണ്ടെങ്കിൽ അവരുടെ വാട്ടർ ലെവലും നന്നായിരിക്കും, ബോൺ പവറും നന്നായിരിക്കും. അതേസമയം ഒരു വീട്ടമ്മ, ഒരു ടീച്ചർ, ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ലേഡീസ് ആയാലും പുരുഷന്മാരായാലും അവരിൽ നേരെ തിരിച്ചാണ് കാണാറ്. അവരിൽ ഫാറ്റിന്റെ അളവ് കൂടുതലായിരിക്കും, മസിൽ അവർക്ക് തീരെ ഉണ്ടാവില്ല. ജോലി ചെയ്തില്ലെങ്കിലും അവർക്ക് ശരീരവേദന കംപ്ലൈന്റ് ആയിരിക്കും. പക്ഷെങ്കിൽ ഈ മറ്റേ കാറ്റഗറി ഞാൻ പറഞ്ഞത്, ജോലിക്ക് പോകുന്ന, തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾ, അവർക്ക് ശാരീരികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ജോലി ചെയ്യാനുള്ള ഉന്മേഷമാണ്. വെള്ളം കുടിക്കും നന്നായിട്ട്. ആഹാരം കഴിക്കേണ്ട സമയത്ത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കും. ഇതൊക്കെ ശരിക്കുമല്ല ലേണിങ്സ് ആണ്. അത് സയൻസ് പറയുന്നതും അങ്ങനെയാണ്. ആ സയൻസ് പഠിക്കാതെ തന്നെ അവരുടെ ശരീരത്തിന്റെ ആവശ്യം അവർ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഓഫീസിലുള്ളവർക്ക് ജോലി ചെയ്യുമ്പം എന്താണ് വെള്ളം കുടിക്കുന്നത്? ചായ കുടിക്കും, കൊക്കക്കോള കുടിക്കും, കളർ വെള്ളങ്ങളെല്ലാം കുടിക്കും. ഇതൊന്നും തന്നെ വെള്ളമല്ല എന്ന് ഓർക്കുക. ഇനി മസിൽ എന്തിനാ വേണ്ടത്? നമ്മുടെ റുട്ടീൻ ആയിട്ടുള്ള എന്ത് ജോലി ചെയ്യുന്നതിനും ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് വെള്ളം കയ്യിലെടുക്കുന്നതിന് പോലും നമുക്ക് മസിൽ പവർ ആവശ്യമാണ്. മെറ്റബോളിക് സിൻഡ്രം അല്ലെങ്കിൽ മിഡ് ലൈൻ ട്യൂമർ അല്ലെങ്കിൽ എന്താ പറയാ കൊടവയർ, ഇത് കുറയാൻ, ഇത് വരാതിരിക്കാൻ നമുക്ക് ശരീരത്തിന്റെ പ്രോട്ടീനും വൈറ്റമിൻസ് എല്ലാം ആവശ്യത്തിന് ആവശ്യമാണ്. വേസ്റ്റ് സർക്കംഫറൻസ്, കുറച്ചു മുമ്പ് ഞാൻ വേസ്റ്റ് അളന്നു നോക്കുന്ന കാര്യം പറഞ്ഞു. അതിന്റെ കണക്കാണ് ഇവിടെ കൊടുക്കുന്നത്. സ്ത്രീകളില് ചെസ്റ്റ് അളവിനെ കാട്ടി 8 ഇഞ്ച് കുറവായിരിക്കണം അരക്കെട്ടിന്റെ അളവ്. അതാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ ചെസ്റ്റിനെ കാട്ടി 4 ഇഞ്ച് കുറവായിരിക്കണം അരക്കെട്ട്. ഇതായിരിക്കും ശരിക്കും കറക്റ്റ് ബോഡി ഷേപ്പ് എന്ന് പറയുന്നത്. വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് സബ്കുട്ടേനിയസ് ഫാറ്റ്, തൊലിയുടെ അടിയിൽ അടിഞ്ഞുകൂടിയ ഫാറ്റിന് ശേഷം വരുന്ന ഫാറ്റുകൾ. നമ്മൾ കഴിക്കുന്നത് നിർത്തുന്നില്ലല്ലോ, എക്സസൈസ് തുടങ്ങുന്നില്ല, ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിപ്പിന്റെ അളവിൽ മാറ്റം വരുത്താത്തത് കൊണ്ടും എക്സസൈസിന്റെ അളവിൽ മാറ്റം വരുത്താത്തത് കൊണ്ടും സബ്കുട്ടേനിയസ് ഫാറ്റ് കഴിഞ്ഞിട്ട് തൊലിയുടെ അടിക്ക് അടിഞ്ഞുകൂടിയ ഫാറ്റ് അവിടെ ഇനി സ്ഥലമില്ല എന്നാകുമ്പോൾ ഓൾറെഡി നമ്മളുടെ കവറേജ്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത് ഒരു ലിമിറ്റ് വെച്ചിട്ട് ഫാറ്റ് കൊണ്ടാണ്. പക്ഷെ ആ ഫാറ്റിന്റെ അളവ് കൂടുമ്പോൾ ശരിക്കും ഇന്റേണൽ ഓർഗൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഫാറ്റ് കവർ അതിന് ദോഷകരമായിട്ട് പമ്പ് ചെയ്യാനോ അതിനെ പ്രവർത്തിക്കാനോ മൂവ് ചെയ്യാനോ നോർമൽ മൂവ്മെന്റിന് പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ വിസറൽ ഫാറ്റ് ഏതാണ്, സബ്കുട്ടേനിയസ് ഫാറ്റ് ഏതാണ്. ഉള്ളിലുള്ള അവയവങ്ങളുടെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫാറ്റിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ബാക്കി സബ്കുട്ടേനിയസ്. ഇതാണ് മെറ്റബോളിക് സിൻഡ്രം ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നത്. ഏറ്റവും ബാക്കിൽ കാണുന്നത് കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് ഫങ്ഷൻ ചെയ്തു പോകാം. ഇപ്പൊ നമുക്ക് ഫാറ്റ് കൂടിയാലുള്ള അപകടം എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് ഷുഗർ ലെവൽ കൂടാം. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ കൊളസ്ട്രോൾ കൂടാം, അതിന്റെ കൂടെ BP കൂടാം. അത് രണ്ടും കൂടി കഴിയുമ്പോൾ ഹാർട്ട് ഡിസീസിലേക്ക് എത്തും. പിന്നെ നമുക്ക് ജോയിന്റ് പെയിൻ, ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് വണ്ണമുള്ള ഒരാളിനെ കണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഫാറ്റി ലിവർ ഒന്നുമില്ല, ഞാൻ നോർമലാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ എന്റെ മുട്ടിന് വേദനയാണ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരെ കിട്ടും. അവിടെ നമുക്ക് ന്യൂട്രിചാർജ് BJ കൊടുക്കാം, പ്രോട്ടീൻ പൗഡർ കൊടുക്കാം, ഏതെങ്കിലും ഒരു പ്രോട്ടീൻ സജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അസുഖങ്ങളിലേക്ക് എത്തുന്ന ഒരുപാട് അസുഖങ്ങൾ, പ്രധാനമായിട്ടും ആ റെഡ്നെസ് കാണിച്ചിരിക്കുന്ന ഏരിയ ഇൻഫ്ലെയിംഡ് ആണ്, ശരീരവേദന കൂടുതലായിരിക്കും. ഇന്റേണൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ശരിക്കും മുന്നോട്ടുള്ള കാലത്ത് അനുഭവിക്കാനിരിക്കുന്ന എന്തൊക്കെയോ അസുഖങ്ങളുടെ ഒരു അടിത്തറയാണ്. നമ്മൾക്ക് 35 വയസ്സ് കഴിയുമ്പോൾ മസിൽ കുറയും എന്ന് പറഞ്ഞു. അപ്പൊ 35 വയസ്സ് കഴിയുമ്പോൾ നോക്കാമെന്ന് വിചാരിക്കാതെ തുടക്കം മുതലേ തന്നെ
മസിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് പ്രോട്ടീൻ കൊടുത്താൽ ആ പ്രകൃതി നിയമത്തിന് ബാധകമല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം മസിൽ പ്രിസർവ് ചെയ്യണമെങ്കിൽ പ്രോട്ടീനും വേണം, എക്സർസൈസും വേണം. എക്സർസൈസ് മാത്രം ചെയ്തത് കൊണ്ട് മസിൽ ഉണ്ടാവില്ല, പ്രോട്ടീൻ കഴിച്ചത് കൊണ്ട് മാത്രം മസിൽ ഉണ്ടാവില്ല. ഇത് രണ്ടും ഹാൻഡ് ടു ഹാൻഡ് പോയാൽ മാത്രമേ മസിലായിട്ട് അത് കൺവേർട്ട് ചെയ്യുള്ളൂ. അപ്പൊ കൂടുതലുള്ളതിനെ കുറയ്ക്കാൻ പോകുന്നത് ന്യൂട്രിചാർജ് S&F ആണ്. അത് നമുക്കൊരു സാഷേ, ഇത് 15 ദിവസത്തേക്കുള്ള പാക്കറ്റ് ആണ്. ക്ലിനിക്കലി പ്രൂവൺ ആണ്. ക്ലിനിക്കലി പ്രൂവൺ എന്ന് പറയുമ്പോൾ 100ഓളം ആൾക്കാരിൽ 3 മാസം വരെ അവർ സ്റ്റഡി നടത്തിയതാണ്. ആ സ്റ്റഡിയിൽ നല്ല റിസൾട്ട് കണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇത് പബ്ലിക്കിന് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ക്ലിനിക്കലി പ്രൂവൺ ആയിട്ട് പ്രൊഡക്റ്റ് ഒരു ആസ് എ ഹോൾ ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതുപോലെ അതിനകത്തെ ഇൻഗ്രീഡിയൻസും സിംഗിൾ ആയിട്ട് ഗ്രീൻ കോഫി ബീൻ എക്സ്ട്രാക്ട് ക്ലിനിക്കലി പ്രൂവൺ ആണ്. അത് മാത്രം ഒരു സ്റ്റഡി ചെയ്തിട്ട് ടൊണാലിൻ CLA കോൺജുഗേറ്റഡ് ലെനോനിക് ആസിഡ്, ലിനോലെനിക് ആസിഡ്, ടൊണാലിൻ എന്ന് പറയും, അതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഗാർസീനിയ കാമ്പോജിയ നമ്മുടെ കൊടംപുളി അല്ലെങ്കിൽ മലബാർ ടാമറിൻഡ് എന്ന് പറയുന്നു, അതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും ക്ലിനിക്കലി പ്രൂവൺ ആണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം പുറം രാജ്യങ്ങളിലാണ് ആ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് ഫൈബർ, ഡയറ്ററി ഫൈബർ ഉണ്ട്. അതുപോലെ ഇത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. സോയ് പ്രോട്ടീൻ വരുന്നത് ഡ്യൂപോണ്ട് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ അത് നമുക്ക് കോഫി ബീൻ എക്സ്ട്രാക്ട് തരുന്നുണ്ട്. കോഫി ബീൻ എക്സ്ട്രാക്ട് ഉണ്ട് സെൽറ്റോൾ നാച്ചുറക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ. അത് കൂടുതൽ ഡീറ്റെയിൽ വേണ്ട. ഫൈബർ ജപ്പാനിൽ നിന്ന് കൊണ്ടുവരുന്നത്, CLA ജർമ്മനിയിൽ നിന്നാണ്. ഇമ്പോർട്ടഡ്, ഓൾ 4 കമ്പോണന്റും ശരിക്കും ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് കമ്പോണന്റ് ഇവിടെ അസിമുലേറ്റ് ചെയ്യുന്ന നമുക്ക് യൂണിറ്റ് ഉണ്ട്, അസിമുലേഷൻ യൂണിറ്റ് ഉണ്ട്, അവിടെയാണ് ഇത് അസിമുലേറ്റ് ചെയ്യുന്നത്. കോഫി ബീൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിനെ ഫാറ്റ് ആയിട്ട് മാറുമ്പോൾ അത് അടിഞ്ഞു കൂടാതിരിക്കാനായിട്ട് അത് സഹായിക്കും. ടോണാലിൻ ചെയ്യുന്നത് നമുക്ക് എനർജി തരികയും ഫാറ്റ് ശരിക്കും റീഅബ്സോർപ്ഷൻ ചെയ്ത് ശരീരത്തിലേക്ക് തിരിച്ചെടുത്ത് ഉപയോഗിക്കുക ചെയ്യുന്നത്. അഡീഷൻ ആയിട്ട് ഉണ്ടാവുന്നില്ല, ഫാറ്റ് വീണ്ടും അടിഞ്ഞുകൂടാനായിട്ട് സമ്മതിക്കുന്നില്ല. അതുപോലെ പറയാം ഗാർസീനിയ കാമ്പോജിയ എന്ന് പറയുന്നത്, ഇത് ശരിക്കും നമ്മളുടെ ശരീരത്തിലെ ഓൾറെഡി ഉള്ള ഫാറ്റിനെ കുറയ്ക്കുകയും പുതുതായിട്ട് ഓൾറെഡി ഉള്ള ഫാറ്റിനെ കുറയ്ക്കുന്നു. കോഫി ബീൻ എക്സ്ട്രാക്ട് പുതുതായിട്ട് അടിഞ്ഞുകൂടാതിരിക്കാൻ സഹായിക്കുന്നു. ഇത് കോമ്പിനേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് നോർമലി ഫുഡ് കഴിച്ചു പോകുമ്പോൾ നമുക്ക് കൺട്രോള് കിട്ടാനായിട്ടുള്ള ഒരു ഫുഡിൽ ഒരു സറ്റൈറ്റി, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ടും കാരണമാകുന്നു. ഡിക്രീസസ് ദ അബ്സോർപ്ഷൻ എന്നുവെച്ചാൽ ആ ചെറുകുടലിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനർജി നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. ആ ചെറുകുടലിൽ വെച്ച് തന്നെ ഫാറ്റ് അബ്സോർബ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അതിനെ ഒഴുക്കി എവിടെയും കൊണ്ട് അടിഞ്ഞുകൂടാനായിട്ട് സമ്മതിക്കുന്നില്ല. അതുപോലെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ബേൺ ഔട്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇതാണ് കോഫി ബീൻ എക്സ്ട്രാക്ടിന്റെ സ്റ്റഡി. ഫാറ്റ് ഫ്രീ ഡയറ്റ് നമ്മൾ ശീലിക്കുക, ഫാറ്റ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് പ്രയോജനമുള്ളൂ. ഡയറ്റ് എങ്ങനെ വേണം എന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ പറയാം. ബോഡി മാസ് ഇൻഡെക്സ് നന്നായിട്ട് വരും. 1.92% വരെ, 2.42 തുടങ്ങി 1.92% വരെ ബോഡി മാസ് ഇൻഡെക്സ് കുറയ്ക്കാമെന്ന് അവരുടെ, ഞാൻ ഇപ്പം സ്കിപ്പ് ചെയ്ത സ്ലൈഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്റ്റഡി അതായിരുന്നു. സിംഗിൾ ഇൻഗ്രീഡിയന്റിന്റെ സ്റ്റഡിയാണ് പറയുന്നത്. ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാം. ഇതാണ് കോൺജുഗേറ്റഡ് ലെനോലെനിക് ആസിഡ്, CLA എന്ന് പറയുന്നത്, ടൊണാലിൻ എന്ന് പറയുന്നത്. ബയോ ആക്റ്റീവ് എലമെന്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നമുക്ക് ബ്ലഡിൽ അവൈലബിൾ ആയിരിക്കും ഇതിന്റെ കണ്ടന്റ്. ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. നമുക്ക് ഫാറ്റ് സെല്ലിനെ ഉണ്ടാക്കുന്ന നമ്പർ ആൻഡ് സൈസ് ഓഫ് ഫാറ്റ് സെല്ല് കുറയ്ക്കും. നമ്മള് ന്യൂട്രിചാർജ് S&F തലേ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മസ്റ്റ് ആയിട്ടും എക്സർസൈസ് ചെയ്യണം എന്ന് പറയും. ഫാറ്റ് മോളിക്യൂൾസിന്റെ എണ്ണം കുറച്ച് അതിന്റെ സൈസ് കുറച്ചിട്ട് വളരെ ചെറുതായിട്ട് നമുക്ക് ബേൺ ഔട്ട് ചെയ്യാൻ പാകത്തിനാക്കി മാറ്റുന്ന ഒരു കണ്ടന്റ് ആണ് ടൊണാലിൻ. ഓൾറെഡി ശരീരത്തിലുള്ള ഫാറ്റിനെ ചെറിയ കണികകളാക്കി മാറ്റി പിറ്റേ ദിവസം അത് ബേൺ ഔട്ട് ചെയ്യാൻ പാകത്തിനാക്കി വെക്കുന്നത് ടൊണാലിൻ ആണ്. അത് ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിൽ നിന്ന് തടയും. മസിൽ ഡെവലപ്പ് ചെയ്യുക. ഫാറ്റ് ശരിക്കും പറഞ്ഞാൽ മസിൽ ഇല്ലാത്തത് കൊണ്ടാണ് ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത്. അപ്പോൾ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിനെ തടയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ മസിൽ ഉണ്ടാവും.
വിശപ്പിനെ കുറയ്ക്കും. വിശപ്പാണല്ലോ, വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പൊ വിശപ്പിനെ കുറയ്ക്കുക, ആ ഒരു ഫീല് കുറയ്ക്കാനായിട്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനായിട്ട് ഇതിന് സാധിക്കും. വീണ്ടും വിശപ്പ് കുറയ്ക്കുന്ന സാധനമാണ് നമ്മുടെ കുടംപുളി എന്ന് പറയുന്നത്. എനർജി ലെവൽ കൂട്ടാനായിട്ട്, എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടാൻ വെച്ചാൽ ബേൺ ഔട്ട് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. അക്യുമുലേഷൻ, അതിനെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിനെ തടയുകയും അത് ബേൺ ഔട്ട് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാനായിട്ടും സാധിക്കും. ഫാറ്റ് സിന്തസിസ് ഇൻ ദ ബോഡി എന്ന് വെച്ചാൽ ലിവർ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്ത് ശേഷിക്കുന്ന പോഷക തത്വങ്ങളെ കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് മാറ്റി അതിനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫാറ്റി ബോഡി ആകുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സേ അവിടെ നടക്കുന്നില്ല. ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രവർത്തനത്തെ തന്നെ റെഡ്യൂസ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കൊടംപുളിക്കുണ്ട്. ഇതാണ് കൊടംപുളിയുടെ മാത്രമായിട്ടുള്ള ഒരു സ്റ്റഡി. അടുത്തത് നമുക്ക് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. നോൺ GMO സോയാബീൻ, അത് എന്താ പറയാ, ജനറ്റിക്കലി മോഡിഫൈഡ് ഒറിജിൻ എന്നാണ് GMOയുടെ ഫുൾ ഫോം. ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തനങ്ങൾ മുഴുവൻ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. ഒറിജിനൽ സാധനത്തിൽ നിന്ന് മോഡിഫൈ ചെയ്ത് ലബോറട്ടറികളിൽ പ്രിപ്പയർ ചെയ്ത് വ്യത്യാസം കണ്ടെടുത്ത ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഇത് കാർഷിക വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് GMO വന്നിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു പ്രോട്ടീന്റെ എഫക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത്. അതില് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അപ്പൊ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ, ശരീരത്തിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുമ്പോൾ വിശപ്പ് തോന്നാതിരിക്കാനുള്ള സാധനങ്ങളും തൊട്ടു മുമ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ മസിൽ ഡെവലപ്മെന്റിനെ കൂട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. തെർമിക് എഫക്റ്റ് മീൻസ്, തെർമിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അതുകൂടെ മനസ്സിലാക്കിയിരിക്കുക. ശരീരത്തിന്റെ കപ്പാസിറ്റി, എന്താണ് നമ്മൾ കലോറി ബേൺ ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 24 മണിക്കൂറിൽ ഒരു 20 മണിക്കൂറെങ്കിലും നമ്മൾ ആഹാരം ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ആ ഡൈജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു കലോറിയുടെ റേറ്റ് ആണ് നമ്മളെ തെർമിക് കപ്പാസിറ്റി, ബോഡിയുടെ തെർമിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരേണ്ടത്. ഈ ഒരു ചക്രം ഇങ്ങനെ കടങ്ങിക്കൊണ്ടേയിരിക്കും. ബോഡി റിപ്പയറിന് മാത്രം നമ്മുടെ ഭാഗത്ത് സമയം ഉണ്ടാവത്തില്ല. ഫുഡ് ഇൻടേക്ക് ഉണ്ടാവും, ഫുഡ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, എനർജി ക്രിയേറ്റ് ചെയ്യും. ബോഡിക്ക് റിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുന്നില്ല, എനർജി ക്രിയേറ്റ് ചെയ്യും, അത് അവിടെ ഇരിക്കും. ബോഡി റിപ്പയർ ചെയ്യാൻ സമയം കൊടുക്കണമെങ്കിൽ നമ്മൾ അല്പം ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം, ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യണം. അതൊക്കെ തെർമിക് എഫക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണ്ട. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുകയോ വിളിച്ച് ചോദിക്കുകയോ ചെയ്താൽ മതി, പറഞ്ഞു തരാം. നമ്മളുടെ എനർജി, നമുക്ക് ആഹാരം എടുക്കുമ്പോൾ ആഹാരം ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടാവും, കാർബ് ഉണ്ടാവും, ഫാറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ എടുക്കുക, അതിനേക്കാൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് എടുക്കുക, അതിനേക്കാൾ കുറച്ച് ഫാറ്റ് എടുക്കുക. കഴിവതും എണ്ണ ചേർത്ത ആഹാരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് കുറച്ച് ഫാറ്റ് അതിനകത്ത് ഉണ്ടാവും. ബേസൽ മെറ്റബോളിക് റേറ്റ് നോക്കാം. പ്രോട്ടീൻ എടുക്കുമ്പോൾ ചില ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ എനർജി കയറുന്നതും ലിപ്പിഡ്സ് കൂടുന്നതുമായിട്ടുള്ള 3 ലെവലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ശരീരത്തിന്റെ എനർജി ലെവൽ അല്ലെങ്കിൽ ആ ഒരു തെർമിക് എഫക്റ്റ് ബോഡി ഡൈജസ്റ്റ് ചെയ്ത് ശരീരത്തിൽ ഉണ്ടാവുന്നതിന്റെ ഒരു വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമാണ്. അവനവന്റെ വയറിന്റെ സൈഡിൽ പിടിച്ചു നോക്കുക. പിടിച്ചിട്ട് ഒന്നും കിട്ടാനില്ലെങ്കിൽ വിഷമം ഒന്നും വേണ്ട, അതാണ് നല്ലത്. പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക. അതിന്റെ അടുത്തിട്ടുള്ള മറ്റൊരു സ്റ്റഡിയുടെ റിപ്പോർട്ടാണിത്. ലൈഫ് സ്റ്റൈൽ, ഡയറ്ററി ചേഞ്ചും ലൈഫ് സ്റ്റൈൽ ചേഞ്ചും കൊണ്ടുവന്നാൽ മാത്രമേ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം വരുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ റിച്ച് ഡയറ്റ് വേണം, ഡയറ്ററി ചേഞ്ച് വേണം, എക്സസൈസ്, ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വേണം. ദെൻ ബോഡി കോമ്പസിഷനെ ഇംപ്രൂവ് ചെയ്യാൻ, ലീൻ ബോഡി മാസിലേക്ക് വരാൻ നമുക്കത് സഹായകമാകും. ഡയറ്ററി ഫൈബർ എന്താ ചെയ്യുക? ഫൈബർ എന്ന് പറയുന്ന നാര്, ആഹാരത്തിനകത്ത് നാരുണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീൻ ദഹിക്കുകയുള്ളൂ. സ്റ്റാർച്ചും കൊഴുപ്പും കൂടെ, സ്റ്റാർച്ച് എന്ന് പറയുന്നത് ശരിക്കും അത് കൊഴുപ്പായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യപ്പെടും, അത് ആ കൊഴുപ്പായിട്ട് അടിഞ്ഞും പോകും. പ്രോട്ടീൻ എന്ന് പറയുന്നത് ദഹിച്ച് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആനുപാതികമായിട്ട് നമ്മൾ അതിനകത്ത് നാരുകൾ ഉൾപ്പെടുത്തണം. ഇറച്ചി കൂട്ടുമ്പോൾ ഇറച്ചിയിലെ ഫാറ്റാണ് ബോഡി അബ്സോർബ് ചെയ്യുന്നത്, അതിലെ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ ആനുപാതികമായിട്ട് അതിനകത്ത് അതിന്റെ കൂടെ എന്തെങ്കിലും പച്ചക്കറിയോ സാലഡോ ഒക്കെ കഴിച്ചെങ്കിൽ മാത്രമേ ഇറച്ചിയുടെ ഗുണം കിട്ടുകയുള്ളൂ. ഇത് സ്റ്റഡി
ഓൾറെഡി പറഞ്ഞതാണ് ബൈ ഹാൻഡ് സ്റ്റഡീസ് ചെയ്തിരിക്കുന്ന കാര്യം. 90 ദിവസത്തെ സ്റ്റഡിയാണ്. 90 ദിവസം കൊണ്ട് 7.6% ബോഡി ഫാറ്റ് കുറയ്ക്കാൻ പറ്റുന്നു. അപ്പം ഒരു 2.3 kg 2.5 kg ഒക്കെ ഒരു മാസം കൊണ്ട് വെയിറ്റ് കുറയും. അതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് റിഡക്ഷനും ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ഗെയിനിങ്ങും നല്ലതല്ല. ഇത് നമുക്ക് ഡിന്നർ റീപ്ലേസ്മെന്റ് ആയിട്ടാണ്, ഒരു നേരത്തെ ഭക്ഷണമായിട്ടാണ് നമ്മൾ ന്യൂട്രിചാർജ് എസാൻഡപ്പ് കൊടുക്കുന്നത്. ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് ഫാറ്റ് കൂടുതൽ ഉണ്ടാവില്ല, കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉണ്ടാവരുത്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് PVMFO ആണ്. ഇടയ്ക്ക് ഇടഭക്ഷണം ഇല്ല, അവിടെ വെള്ളം കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാം, ഒരു ഫ്രൂട്ട് കഴിക്കാം, അതിനൊന്നും പ്രശ്നമൊന്നും ഇല്ല. നമ്മുടെ വിശപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും നിറഞ്ഞ കുക്ക്ഡ് ഫുഡ് ആയിരിക്കരുതെന്ന് നിർബന്ധം പിടിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ന്യൂട്രിചാർജ് എസാൻഡപ്പ് എടുത്ത് ഒരു നോർമൽ ഫിഗറിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ കലോറി, ഹൈ കാലറി ആണ്. ഓയിലിന്റെ പറഞ്ഞു, ഫാറ്റിനകത്ത് നമുക്ക് കിട്ടുന്ന കാലറി എന്ന് പറയുന്നത് ശരിക്കും 9 കാലറി ആണ്. ഇപ്പൊ 25 ഗ്രാം ഫാറ്റ് ചെന്ന് കഴിഞ്ഞാൽ 25 × 9 അത്രയുമാണ് നമ്മുടെ ശരീരത്തിൽ കാലറി കൂടുന്നത്. എണ്ണ മാത്രമായിട്ടല്ല ചെല്ലുന്നത്, അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാം കൂടെ ആകുമ്പോഴാണ് ടോട്ടൽ കലോറി വാല്യൂ കൂടിപ്പോകുന്നത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊരു കൺവീനിയന്റ് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് എടുക്കുക. ഇത് എടുക്കേണ്ട സമയം വൈകുന്നേരം 7-നും 8-നും ഇടയ്ക്കായിട്ട് എടുക്കാം. രാത്രിയിൽ ന്യൂട്രിചാർജ് ബയോയേജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് കഴിഞ്ഞിട്ട് 3/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് ന്യൂട്രിചാർജ് ബയോയേജ് എടുക്കാം. ഇത് കഴിച്ചാൽ വിശക്കുമോ എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. യാതൊരു വിശപ്പും ഉണ്ടാവില്ല. വിശപ്പും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം ഹൈ എനർജറ്റിക് ആയിട്ട് എഴുന്നേക്കാനും പറ്റും, എക്സസൈസ് റുട്ടീൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ PVMFO കഴിച്ച് ഡേ കണ്ടിന്യൂ ചെയ്യുക, ലഞ്ച് കഴിക്കുക, വീണ്ടും ഡിന്നറിൽ എത്തുമ്പോൾ ന്യൂട്രിചാർജ് എസാൻഡപ്പിലേക്ക് വരിക. ലോ കലോറി ഡയറ്റ് ആണ് വേണ്ടുന്നത്. അതായത് വെയിറ്റ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. പഴം കഴിക്കുമ്പോൾ ഏത്തപ്പഴം കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ആപ്പിള് കഴിക്കാം, അതുപോലെ പകല് നാരങ്ങ വെള്ളം കുടിക്കാം. ഡിന്നർ നമുക്ക് വേണ്ടല്ലോ. 18 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഇത് പറയുന്നത്. ബോഡി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റ് പെർസെൻറ്റേജ് കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മളുടെ ആ ബോഡി സ്കാൻ ചെയ്ത റിപ്പോർട്ട് എഴുതുന്നതിന്റെ ആ പേപ്പറിനകത്ത് തന്നെ സജഷൻ നമുക്കൊരു കോളത്തിലുണ്ട്. ഇത് പാൽ ഉപയോഗിക്കാനാണ് കമ്പനി സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയും പാൽ ഉപയോഗിക്കരുതെന്ന് പറയും. ടേസ്റ്റിന് വേണ്ടിയിട്ട് പാൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് സാധാ വെള്ളത്തിൽ ഉപയോഗിച്ചാൽ മതിയാവും. കാരണം പാല് ഇൻഡൈജഷൻ ഉണ്ടാവും, പ്രത്യേകിച്ച് രാത്രിയിലാണ്. ഷെയ്ക്ക് ഒഫ്കോഴ്സ് നല്ല ടേസ്റ്റി ആയിരിക്കും, പക്ഷെ പാലിന് പകരം വെള്ളം ഉപയോഗിച്ചാൽ അസിഡിറ്റിയും കൂടെ കുറയ്ക്കാൻ പറ്റും. ബോഡി അസിഡിക് ആകും. പാല് നമ്മുടെ ശരീരത്തെ അസിഡിക് ആക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് പാലിനകത്ത് കാൽഷ്യം കിട്ടും, പാലിനകത്ത് പ്രോട്ടീൻ കിട്ടും എന്നൊക്കെ പറയും. ഇവര് പറയുന്ന എക്സ്പ്ലനേഷനിലും അത് പറഞ്ഞിട്ടുണ്ട്. പാലിനകത്ത് എടുക്കുമ്പോൾ പാലിന്റെ കണ്ടന്റും കൂടെ കിട്ടും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എല്ലാ ശരീരത്തിനും പാല് പറ്റില്ല. വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ ആണ്, എല്ലാവർക്കും എടുക്കാം. ചൂടുവെള്ളം വേണമെന്നില്ല, മിക്സിയിലിട്ട് അടിച്ചെടുത്ത് നല്ല ഷെയ്ക്ക് ആക്കി എടുക്കാം. ഇതിനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആക്കാൻ നമ്മൾ ക്രഷ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എത്ര നാള് നിങ്ങൾ ഇത് കഴിക്കണം? നിങ്ങളുടെ ഒരു ഡിസൈഡ് വെയിറ്റിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾക്ക് ഇത് എടുക്കാം. ആഡഡ് സോൾട്ട്, ആഡഡ് ഷുഗർ, മൈദ, അതുപോലെ തവിടില്ലാത്ത ഭക്ഷണം, ഒരുപാട് എക്സ്ട്രാ ഓയിൽ, ഇതൊക്കെ നമ്മൾ കുറയ്ക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴും ഇതേ കാര്യം. ഇത് കതിരെ കൊണ്ട് വളമിടുതലാണ് എസാൻഡപ്പ് എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതൽ നല്ല ശീലവും നല്ല ഭക്ഷണ സാധനങ്ങളും അതിന്റെ ഹെൽത്തി എഫക്റ്റും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് വന്നാൽ അവർക്ക് ഫ്യൂച്ചറിൽ ന്യൂട്രിചാർജ് എസാൻഡപ്പ് ഉപയോഗിക്കേണ്ടി വരില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രഗ്നന്റ് ലേഡീസിന് നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്ത 2 പ്രൊഡക്റ്റും പ്രഗ്നന്റ് ലേഡീസ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ്, കൊച്ചുകുട്ടികൾ, ഇവർക്കൊന്നും ഇത് പാടില്ല. ഡയറ്റ് പ്ലാൻ ഒരുപാട് ഡീറ്റെയിൽസിലുണ്ട്. അപ്പൊ നമുക്ക് ന്യൂട്രിചാർജ് എസാൻഡപ്പിന്റെ കമ്പാരിസൺ ആണ്. ശരിക്കും ഇതിനെ കമ്പയർ ചെയ്യുന്നത് മണ്ടത്തരാന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിനോട് കമ്പയർ ചെയ്യാൻ മറ്റൊന്നിനെ എടുത്തു വെച്ചാൽ
അയൽവക്കത്ത് പോലും എത്തുന്നില്ല എന്നുള്ളതാണ്. പ്രോട്ടീൻ ലെവലും എത്തുന്നില്ല, ഫൈബർ ലെവലും എത്തുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫാറ്റ് കട്ടേഴ്സ് ഇല്ല. പക്ഷെ ആ ഫാറ്റ് കട്ടേഴ്സ്, ഫാറ്റ് ബേണേഴ്സ് എന്ന് പറയുന്നത് അത് മാത്രമായിട്ട് ഇതേ കമ്പനികളുടെ അത് മാത്രമായിട്ട് CLA മാത്രമായിട്ട് കിട്ടും, ഗാർസിനിയ കാമ്പോജിയ മാത്രമായിട്ട് കിട്ടും. പക്ഷെ അത് ഗാർസിനിയ കാമ്പോജിയ ഉപയോഗിച്ച് വണ്ണം വെച്ച് ക്രമാതീതമായിട്ട് വണ്ണം വെച്ച ഒരു കസ്റ്റമർ എനിക്കുണ്ട്. നോർമൽ ബോഡി വെയിറ്റ് ആയിരുന്ന ആള് കുറച്ച് ബോഡി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാറ്റ് കൂടുതൽ ഉണ്ടായിരുന്നു എന്നാലും ബോഡി ഷെയ്മിങ് ഇല്ലാത്ത ഒരാള് ബോഡി ഷെയ്മിങ്ങിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് അൺഗൈഡഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റ് വാല്യൂ ഉള്ളതാണോ ഇല്ലയോ എന്ന് ഈ ഒരു കമ്പാരിസണിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പാക്കറ്റിന്റെ വില 3150 ആണ്. അതുപോലെ ഡിസ്കൗണ്ട് പ്രൈസ് 2520 1890 പർച്ചേസ് വോളിയം കൂടി ഉള്ളതാണ്. അപ്പൊ ഇത് ആണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. മനസ്സിലാകാത്ത കൺഫ്യൂഷൻ ഉള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ഇടുക. ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ മെസ്സേജ് ഇടുക, ഞാൻ റിപ്ലൈ തരാം. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. ഇത്രയും പേര് ഇത്രയും സമയം കേട്ടിരുന്നു. ഇത് ആവശ്യക്കാരല്ല, ഇത് അത്യാവശ്യക്കാരാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.